ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കാർഷിക ഉൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. രൂക്ഷമാകുന്ന ജലക്ഷാമം മുന്നിൽ കണ്ടുള്ള ആകാശഗംഗ പദ്ധതി ഓരോ വീടുകളിലും നടപ്പാക്കും. ഏറെ ഉറ്റുനോക്കിയ ബജറ്റിൽ ഇങ്ങനെ പ്രതീക്ഷകൾ കൈവിടാത്ത ആശ്വാസം പകരുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. SSLC ഗണിതശാസ്ത്ര പരീക്ഷ മാറ്റിവെക്കാനിടയായത് സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ. കാർഷികോൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ജലസംരക്ഷണത്തിനായി ആകാശഗംഗ പദ്ധതി ആരംഭിക്കും. നിർധന വിദ്യാർത്ഥികൾക്ക് സൌജന്യ യൂണിഫോം അനുവദിക്കുന്നതിനായി നഗരത്തിൽ ഒപ്പുശേഖരണം. വാർത്തകൾ വിശദമായി. SSLC ഗണിതശാസ്ത്ര പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ വന്ന അപാകതയെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചത് സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി MSF കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC ഗണിതശാസ്ത്ര പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ വന്ന അപാകതയെ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ച സർക്കാർ നടപടിയിൽ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് രാജിവെക്കണമെന്ന ആവശ്യവുമായാണ് MSF കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. എരഞ്ഞിപ്പാലത്തു നിന്നും മുദ്രാവാക്യവുമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കവെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. സംഘർഷാവസ്ഥയിൽ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സർക്കാരിന്റെ ഇത്തരം നടപടി ചരിത്രത്തിലാദ്യമായാണ് നടക്കുന്നത്. സർക്കാരിന്റെ വിദ്യാഭ്യാസ വിരുദ്ധ നിലപാടാണ് ഇതിലൂടെ തെളിയുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ പറഞ്ഞു. SSLC എന്ന വളരെ ഗൗരവമായ പരീക്ഷയെ പോലും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ലാഘവത്തോടെ നോക്കിക്കണ്ടുകൊണ്ട് ശ്രീ രവീന്ദ്രനാഥ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പറ്റിയ പണി തൃശൂരിലെ പ്രൊഫസറാകൽ മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി ഇന്ന് കേരളത്തിലുടനീളം ജില്ലാതല ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് MSF നേതൃത്വത്തിൽ പ്രക്ഷോഭം നടക്കുകയാണ്. ജലപീരങ്കി ഉപയോഗിച്ചും പോലീസ് വളരെ ശക്തമായി ഇതിനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരം പോലീസുകാരുടെ ഭീഷണിക്ക് മുമ്പിൽ ഞങ്ങളുടെ സമരാവേശത്തെ തകർക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ സാധ്യമല്ല എന്ന് പറയുകയാണ്. വൈസ് പ്രസിഡന്റ് ഷെരീഫ് വടക്കൻ, AP അബ്ദുസമദ്, KJ റൌഫ്, KV തൻമീർ, CP അജ്മൽ, നൂറുദ്ദീൻ ചെറുവാടി, സാബിത്ത് മായനാട്, ഷുഹൈബ് മുഖ്താർ, KT ജാസിം, KC ഷിഹാബ്, ഷമീർ പാഴൂർ, മുഹമ്മദ് പേരോട്, ലത്തീഫ് തുറയൂർ, അഷ്റഫ് ചോറോട് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. ജലസംരക്ഷണത്തിനായി ജില്ലയിൽ ആകാശഗംഗ പദ്ധതി ആരംഭിക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ബജറ്റിലാണ് പ്രഖ്യാപനം. കാർഷികോൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റ്. മഴവെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ച് കിണറുകളിൽ ശേഖരിക്കുന്ന പദ്ധതിയാണ് ആകാശഗംഗ. ആദ്യഘട്ടത്തിൽ ജില്ലയിലെ 5000 വീടുകളിൽ ഈ പദ്ധതി നടപ്പാക്കും. അടുത്ത മഴക്കാലത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി മഴ ഉത്സവം സംഘടിപ്പിക്കാനും ബജറ്റിൽ പദ്ധതിയുണ്ട്.
കാർഷിക മേഖലയുടെ പുരോഗതി മുൻനിർത്തി പ്രത്യേക പദ്ധതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. കോഴിക്കോടിനെ തരിശുരഹിത ജില്ലയായി മാറ്റുകയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീയുടെ സഹകരണത്തോടെ വിഷരഹിത പച്ചക്കറി കൃഷി ജില്ലയിൽ വ്യാപിപ്പിക്കും. ക്ഷീരകർഷകർക്കും നല്ല പ്രതീക്ഷയാണ് ഈ ബജറ്റ് നൽകുന്നത്. ഒറ്റപ്പെടുന്നവർക്കായി കാക്കൂരിൽ ശ്രദ്ധാഭവൻ ആരംഭിക്കാനും തുക വകയിരുത്തിയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനും ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ച് കയറ്റി അയക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഗ്രാമപഞ്ചായത്തുകളിൽ പോലും മുനിസിപ്പാലിറ്റികളിൽ പോലും നടത്തിയിട്ടുണ്ട്. ഓരോ വാർഡുകളിൽ നിന്നും 30,000-നും 40,000-നും 50,000 രൂപയ്ക്കും കിടക്കാണ് ഓരോ വാർഡുകളിൽ നിന്നും ഇപ്പോൾ ജോലി വാർഡുകളിലേക്ക്. നാടൻ കലാരൂപങ്ങളുടെയും നാടകത്തിന്റെയും പുരോഗതി ലക്ഷ്യമിടുന്ന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുഹൃതം വിധവ വെൽഫെയർ ട്രസ്റ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധന വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ യൂണിഫോം അനുവദിക്കുന്നതിനായി ഒപ്പുശേഖരണം നടത്തി. മുഫീസൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഒപ്പുശേഖരണ പരിപാടി സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ നിർധന വിദ്യാർത്ഥികൾക്കും സൗജന്യ യൂണിഫോം അനുവദിക്കുക എന്ന ആവശ്യവുമായാണ് സുഹൃതം വിധവ വെൽഫെയർ ട്രസ്റ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സമർപ്പിക്കുന്നതിനായി ഒപ്പുശേഖരണം നടത്തിയത്. മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ഒപ്പുശേഖരണം സ്വാതന്ത്ര്യ സമര സേനാനി പി വാസു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് കെ ലൈല അധ്യക്ഷയായിരുന്നു. ജഗന്മോഹൻ ചന്ദ്രപുരി, പി അനിൽ ബാബു, അഷ്റഫ് ചേലാട്ട്, ഒ സ്നേഹരാജ്, ലീല മടവൂർ, സബിത ഒളവണ്ണ എന്നിവർ പങ്കെടുത്തു. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായി ജനങ്ങൾക്കിടയിൽ നിന്ന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന സർക്കാർ ഒരു ന്യായമായ ആവശ്യം അംഗീകരിച്ച് നടപ്പാക്കണം, അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ സൗജന്യമായ യൂണിഫോം നൽകുന്നുണ്ട്. ആ ഒരു സമീപനം കൈക്കൊണ്ട, ആ തീരുമാനമെടുത്ത സർക്കാരിനെയും അതിന്റെ പിന്നിൽ ചിന്തിച്ച രാഷ്ട്രീയ ശക്തികളെയും എല്ലാം ഞങ്ങൾ അഭിനന്ദിക്കുന്നു. വളരെ നല്ലൊരു കാര്യമാണ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ സൗജന്യമായ യൂണിഫോം നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ഒരു യുക്തിഹീനതയുണ്ട് എന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. കശ്യപാശ്രമത്തിന്റെ പുതിയ വേദഗവേഷണ കേന്ദ്രം ഏപ്രിൽ 2-ന് പ്രവർത്തനം ആരംഭിക്കും. കക്കോടി ഒറ്റത്തെങ്ങിലുള്ള വേദമഹാമന്ദിരത്തിന്റെ ഉദ്ഘാടനം ആചാര്യ ശ്രീ രാജേഷും MDH ഗ്രൂപ്പ് ചെയർമാൻ മഹാശയ് ധരംപാൽ ഘട്ടിയും ചേർന്ന് നിർവഹിക്കും. കശ്യപാശ്രമത്തിന്റെ പുതിയ സംരംഭമായ മഹാശയ് ധരംപാൽ MDH വേദ റിസർച്ച് ഫൌണ്ടേഷന്റെ ഉദ്ഘാടന പരിപാടികൾ ഏപ്രിൽ 1, 2, 3 തീയതികളിലായി നടക്കും. കോഴിക്കോട് കക്കോടി ഒറ്റത്തെങ്ങിലുള്ള വേദമഹാമന്ദിരത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 2-ന് MP MK രാഘവന്റെ അധ്യക്ഷതയിൽ ആചാര്യ ശ്രീ രാജേഷും MDH ഗ്രൂപ്പ് ചെയർമാൻ മഹാശയ് ധരംപാൽ ഘട്ടിയും ചേർന്ന് നിർവഹിക്കും. തുടർന്ന് രതീഷ് ബാസിന്റെ മിഴാവിൽ തായമ്പകയും MR വേദലക്ഷ്മിയുടെ കർണാടക സംഗീത കച്ചേരിയും സംഗീത നൃത്തവിരുന്നും നടക്കും. രാവിലെ 7 മണിക്ക് ആചാര്യശ്രീ രാജേഷിന്റെ 3000 ശിഷ്യന്മാർ ജാതിലിംഗഭേദമന്യുള്ള സമൂഹ അഗ്നിഹോത്ര യജ്ഞവും നടത്തും. ഏപ്രിൽ 1, 2, 3 തീയതിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. 3 വർഷം ഇവിടെ പഠിക്കുന്ന സമയത്ത് പഠിച്ചു പോകുമ്പോൾ അദ്ദേഹം സംസ്കൃതം പഠിക്കും, വേദങ്ങളെക്കുറിച്ച് പഠിക്കും, സോഷ്യോളജി പഠിക്കും, മെയിൻലി ഇന്ത്യൻ ഹിസ്റ്ററി സോഷ്യോളജിയും പഠിക്കും. അതേപോലെ എങ്ങനെ ഒരു സമൂഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്ന് പഠിക്കും. പലപ്പോഴും നമ്മൾ സമൂഹം എന്ന് പറയുന്ന വലിയൊരു സ്പെക്ട്രത്തിനെ കാണാണ്ടാണ് പലപ്പോഴും ചെയ്യുക. അങ്ങനെ ചെയ്യാതെ നമ്മൾ ജീവിക്കുന്ന സമൂഹവുമായി എങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ജനങ്ങളിൽ എത്തിക്കാം എന്ന് പഠിപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്ന 25 പേർക്ക് സൗജന്യമാണ് പ്രവേശനം. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കാണ് പ്രവേശനം കൊടുക്കുക. അത് ഒരു മെറിറ്റ് അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതിയിട്ടാണ്, അതൊരു എൻട്രൻസ് പരീക്ഷ നടത്തിയിട്ടാണ് കൊടുക്കുക. ഏപ്രിൽ 1-ന് രാവിലെ ശിലാപ്രവേശന യജ്ഞത്തോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. ഏപ്രിൽ 3-ന് രാവിലെ 8 മണിക്ക് നടക്കുന്ന തത്വസമീക്ഷ ഡോക്ടർ കെ ജയപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഭാരതീയ സ്ത്രീ സങ്കല്പത്തെക്കുറിച്ചുള്ള സെമിനാർ നടക്കും. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരെ ആദരിക്കും. ഈ വർഷം കശ്യപാശ്രമം നൽകുന്ന വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ നൽകും. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടുവട്ടം ശിവപുരി റോഡിലെ പറമ്പത്ത് തൊടിനടുവത്ത് കാർത്തിയാനിയുടെ വീട് സുരക്ഷിതമാക്കുന്നു. DCC ജനറൽ സെക്രട്ടറി രമേശ് നമ്പ്യത്തിന്റെ നേതൃത്വത്തിലാണ് സേവന പ്രവൃത്തിക്ക് തുടക്കമായത്. കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രമദാനത്തിൽ നടുവട്ടം ശിവപുരി റോഡിലെ പറമ്പത്ത് തൊടി നടുവത്ത് കാർത്തിയായനിയുടെ വീട് സുരക്ഷിതമാക്കുന്നു. വാതിലുകളും ജനലുകളും സ്ഥാപിച്ചും ചുമർഭിത്തിയിൽ സിമന്റ് തേപ്പ് നടത്തിയുമാണ് വീട് പുതുമോടിയാക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി രമേശ് നമ്പ്യത്തിന്റെ നേതൃത്വത്തിൽ സേവന പ്രവൃത്തിക്ക് തുടക്കമായി.
കാർത്യായനിയും സഹോദരി തങ്കവും കഴിയുന്ന വീടിന്റെ ദുരവസ്ഥ കേട്ടറിഞ്ഞാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കൂട്ടായ്മ രംഗത്തിറങ്ങിയത്. വിദഗ്ധ തൊഴിലാളികളായ പ്രവർത്തകരുടെ സേവനം തേടിയതിനൊപ്പം സുമനസ്കരുടെ സഹായവും ഇവർക്ക് പ്രചോദനമായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജീവൻ തിരുവച്ചിറ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ ബ്രിജേഷ്, രാജേഷ് കുമാർ അച്ചാറമ്പത്ത്, കെ റാണേഷ്, ടി സജീഷ് കുമാർ, പി കെ ശിവദാസൻ, മുജീബ് നടുവട്ടം, പി എൻ താഹ, രാജേഷ് അടമ്പാട്ട്, ടി സുമുഖൻ, ബി ടി വിജേഷ്, വി എസ് ശ്രീകുമാർ, മുരളീധരൻ പുളിയഞ്ചേരി, അന്നങ്ങാട്ട് കാർത്തികേയൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകളിൽ ഒരിടവേള. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943-894-360, 8943-894-364. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണ വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പ്രഭാവർമ്മയ്ക്ക് നഗരത്തിന്റെ ആദരം. കാലിക്കറ്റ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം നൽകി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും കവിയുമായ പ്രഭാവർമ്മയ്ക്ക് കോഴിക്കോടിന്റെ ആദരം. കാലിക്കറ്റ് ആർട്ട് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ് പ്രഭാവർമ്മയ്ക്ക് ആദരവും സംഗീത സന്ധ്യയും നടത്തിയത്. ടൗൺ ഹാളിൽ നടന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രഭാവർമ്മയ്ക്ക് ഉപഹാരവും മേയർ സമ്മാനിച്ചു. പ്രഭാവർമ്മക്ക് കാലിക്കറ്റ് ആർട്ട് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ ഉപഹാരം ബഹുമാന്യനായ മേയർ സമ്മാനിക്കുന്നു. പ്രശസ്തനായിട്ടുള്ള കവി, എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി, എല്ലാ നിലയ്ക്കും എല്ലാവരുടെയും ആദരവ് പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ. ചെറിയ കാലമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കവികളായാലും എഴുത്തുകാരായാലും ഒക്കെ നമ്മളെ സംസ്ഥാനം കേരളം വളരെ സമ്പുഷ്ടമാണെന്ന് നമുക്കറിയാം. നിരവധി മഹാത്മാക്കൾ ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് നമ്മൾ. സ്വാഗത സംഘം ചെയർമാൻ സലാം വേളയിൽ അധ്യക്ഷം വഹിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, PJ ജോഷുവ, MV കുഞ്ഞാമു, പ്രഭാവർമ്മ, P അനിൽ ബാബു, MM സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സതീഷ് ബാബു നയിച്ച ഓൾഡ് ഈസ് ഗോൾഡ് ഗാനസന്ധ്യയും അരങ്ങേറി. സലാം വേളയിൽ റോഷ്നി മേനോൻ, അജിത് കുമാർ, AK അനിൽകുമാർ, രമ്യ റഹ്മത്ത് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. കോഴിക്കോട് ഹരിദാസും വിനോദ് കുമാറുമാണ് ഓർക്കസ്ട്ര നിർവഹിച്ചത്. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വയോജനവേദിയുടെ 20ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 1 ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് നടക്കും. സംസ്ഥാന പ്രസിഡന്റ് P ബാലൻ നേതൃത്വം നൽകും. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി 20 വർഷമായി ഇടപെടുന്ന കേരളത്തിലെ സർക്കാർ അംഗീകൃത വയോജന പ്രസ്ഥാനമാണ് കേരള സീനിയർ സിറ്റിസൺസ് ഫോറം വയോജനവേദി. സംഘടനയുടെ 20ാം സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 1 ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ച് നടക്കും. കാലത്ത് പതാക ഉയർത്തുന്നതോടുകൂടി സമ്മേളനത്തിന് ആരംഭം കുറിക്കും. തുടർന്ന് നടക്കുന്ന ശക്തി പ്രകടനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 2000-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാന പ്രസിഡന്റ് P ബാലൻ മാസ്റ്റർ അധ്യക്ഷനാവും. MK രാഘവൻ MP മുഖ്യ പ്രഭാഷണം നടത്തും. വയോജന സംരക്ഷണ നിയമങ്ങൾ എന്ന വിഷയത്തിലുള്ള വയോജന സംഗമ സെമിനാർ പ്രൊഫസർ PKB നായർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വയോജന പ്രതിഭകളായ വീരേന്ദ്രകുമാർ MP, പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ, സ്വാതന്ത്ര്യസമര സേനാനി P വാസു എന്നിവരെ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കർഷക തൊഴിലാളികൾ, ഉന്തുവെട്ടിക്കടക്കാർ, വയനാട്ടിലെ ആദിവാസി, അത്തരത്തിൽപ്പെട്ട ജീവിക്കാൻ വിഷമമുള്ള, പെൻഷന് അർഹതയില്ലാത്ത അത്തരം ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന
ഏക സംഘടനയാണ് കേരള സീനിയർ സിറ്റിസൺ ഫോറം. 6 വർഷം മുമ്പ് ഞങ്ങളിവിടെ ഇതിൻ്റെ സമ്മേളനം ഇതേ സ്ഥലത്ത് നടത്തിയിട്ടുണ്ട്. മലബാർ ഗ്രൂപ്പിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേറ്റ് ക്രിക്കറ്റ് ലീഗിന് തുടക്കം കുറിച്ചു. ഗുരുവായൂരപ്പൻ കോളേജിൽ നടന്ന ക്രിക്കറ്റ് ലീഗിൽ 8 ടീമുകളാണ് മത്സരിച്ചത്. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരാൻകുട്ടി, കോർപ്പറേറ്റ് ഹെഡ് E അബ്ദുൾ ജലീൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സംയുക്തമായി കോർപ്പറേറ്റ് ക്രിക്കറ്റ് ലീഗിന് തുടക്കം കുറിച്ചു. സാമൂര്യൻസ് ഗുരുവായൂരപ്പൻ കോളേജിൽ നടന്ന കോർപ്പറേറ്റ് ക്രിക്കറ്റ് ലീഗിൽ 8 ടീമുകളാണ് മത്സരിച്ചത്. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരാൻകുട്ടി, കോർപ്പറേറ്റ് ഹെഡ് E അബ്ദുൾ ജലീൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേറ്റ് ലയൺസ്, വാച്ചസ് ഹറിക്കെയിൻസ്, മെഗാ ബ്ലാസ്റ്റേഴ്സ്, MD സ്ട്രൈക്കേഴ്സ്, മൊണ്ടോണ ഈഗിൾസ്, ടോം റൈഡേഴ്സ്, ഡിജിറ്റൽ പാന്തേഴ്സ്, SCM ബ്രദേഴ്സ് എന്നീ ടീമുകളാണ് മത്സരത്തിൽ അണിനിരന്നത്. മലബാർ ഡെവലപ്പേഴ്സാണ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത്. മലബാർ ഗ്രൂപ്പ് MD O ആഷർ, മലബാർ ഡെവലപ്പേഴ്സ് അബ്ദുൾ യാഷിർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. വഴിയോര കച്ചവടക്കാരുടെ പുനരധിവാസത്തിന് നഗരഭരണ സമിതികൾ താൽപര്യം കാണിക്കുന്നുണ്ടെന്ന് മന്ത്രി KT ജലീൽ. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വഴിയോര കച്ചവടക്കാരുടെ സംരക്ഷണം നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി KT ജലീൽ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ പ്രഥമ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയിരങ്ങളുടെ ഉപജീവന മാർഗമായ ഈ രംഗത്തെ തൊഴിൽ പ്രശ്നങ്ങൾ പ്രാധാന്യത്തോടെയാണ് LDF സർക്കാർ കൈകാര്യം ചെയ്യുന്നത്. തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയമങ്ങളും വ്യവസ്ഥകളും അത്യാവശ്യമാണ്. വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഇതിനകം എല്ലാ നഗരങ്ങളിലും നിലവിൽ വന്നിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് തിരിച്ചറിയൽ കാർഡും ഉപജീവനം നടത്താനുള്ള സൌകര്യം ഒരുക്കി കൊടുക്കാനും നഗരഭരണം ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധിയും പുരോഗതിയും ആഗ്രഹിക്കുന്ന സർക്കാരുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം തന്നെയാണ്. അതീവ പ്രാധാന്യത്തോടെ അതിനെ കണ്ടു എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കാണിച്ച ശുഷ്കാന്തി എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുതലക്കുളത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് M ഭാസ്കരൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ട്രഷറർ T ദാസൻ, വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ, കാനങ്ങോട് ഹരിദാസൻ, PA ചന്ദ്രശേഖരൻ, PK ചന്ദ്രൻ, TK സജി, PS മുഹമ്മദ് ബഷീർ, R പത്മബാബു, K ദീപക്, UK പവിത്രൻ എന്നിവർ സംസാരിച്ചു. കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കൺവീനർ CP സുലൈമാൻ, K പ്രഭീഷ് എന്നിവർ നേതൃത്വം നൽകി. രവീന്ദ്രൻ നെല്ലിക്കോടിന്റെ നാടക സമാഹാരം സംസ്കാരം പുസ്തകം പ്രകാശനം ചെയ്തു. ദേശപോഷിണി പബ്ലിക് ലൈബ്രറി നേതൃത്വത്തിൽ സാഹിത്യ സമിതി ആഭിമുഖ്യത്തിൽ പുരുഷൻ കടലുണ്ടി MLA പ്രകാശന കർമ്മം നിർവഹിച്ചു. ജയപ്രകാശ് കുളൂർ സ്വീകരിച്ചു. സാഹിത്യ സമിതി മുൻ സെക്രട്ടറിയും പ്രശസ്ത നാടകകൃത്തുമായ രവീന്ദ്രൻ നെല്ലിക്കോടിന്റെ സംസ്കാരം എന്ന നാടകകൃത്തം പ്രകാശനം ചെയ്തു. 1970കളിൽ രചിക്കപ്പെട്ട 4 നാടകങ്ങളുടെ സമാഹാരമാണ് സംസ്കാരം. ദേശപോഷിണി ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് AP കൃഷ്ണകുമാർ അധ്യക്ഷം വഹിച്ചു. പുരുഷൻ കടലുണ്ടി MLA പുസ്തക പ്രകാശനം നിർവഹിച്ചു. ജയപ്രകാശ് കുളൂർ ആദ്യപ്രതി സ്വീകരിച്ചു. മനസ്സിലാക്കാനോ സ്വസ്ഥമായി അത് ജനങ്ങളിൽ എത്തിക്കാനോ തത്രപ്പാട് ശരിക്കും സത്യത്തിൽ രചയിതാക്കൾക്കും അവതരണക്കാർക്കും എല്ലാം ഉള്ളത്. അതൊരു സത്യം. പിന്നെ എങ്ങനെ സാംസ്കാരിക രംഗം മുന്നോട്ട് പോകുന്നു, അത് നമ്മുടെ ജനസിലുണ്ടായ ഒരു വലിയ സിദ്ധിയാണ്. മനുഷ്യൻ പക്ഷിമൃഗാദികളിൽ നിന്ന് വ്യതിരിക്തനാവുന്നത് അവന് സമൂഹവുമായുള്ള M ഗോകുൽദാസ്, NV വിനോദ് സ്ഫുലിംഗം, രവീന്ദ്രൻ നെല്ലിക്കോട്, VR ഗോപകുമാർ, Dr. K ശ്രീകുമാർ, PK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ കളിസ്ഥലങ്ങളെക്കുറിച്ച് നിർമ്മിക്കപ്പെട്ട പ്രഥമ ഡോക്യുമെന്ററിയായ ജേണി ടു ദി ഗോൾ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
കുറ്റിക്കാട്ടൂർ അർബോൾ ഒരുക്കുന്നു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ 2017 മാർച്ച് 10 മുതൽ 31 വരെ 5% മുതൽ 30% വരെ വിലക്കുറവ്. പരമ്പരാഗത ഫർണിച്ചറുകൾ, ആധുനിക വിദേശ നിർമ്മിത ഫർണിച്ചറുകൾ, സുവാരി, ബെല്ല മലേഷ്യ, ഇന്ത്യൻ, ഇന്തോനേഷ്യൻ, അർബോൾ തുടങ്ങിയ ബ്രാൻഡഡ് ഫർണിച്ചറുകൾ, ബെഡ്റൂം സെറ്റ്, സോഫ, ഡൈനിങ്, ഓഫീസ് ഫർണിച്ചർ, ഹാൻഡിക്രാഫ്റ്റ്. സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ അർബോൾ കുറ്റിക്കാട്ടൂർ. ഫോൺ 8943-894-360 8943-894-364. വാർത്തകൾ തുടരുന്നു. പഴയകാല തൊഴിലാളി നേതാക്കളുടെ ത്യാഗപൂർണമായ ജീവിതവും തൊഴിലാളി താൽപര്യവും മുൻനിർത്തിയുള്ള പ്രവർത്തനവുമാണ് ഇന്നത്തെ തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് കാരണമായതെന്ന് ആര്യാടൻ മുഹമ്മദ്. വി ചന്ദ്രൻ നായർ പുരസ്കാരം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രേഡ് യൂണിയൻ നേതാവും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്ന വി ചന്ദ്രൻ നായരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ മന്ത്രി ആര്യാടൻ മുഹമ്മദിന് സമ്മാനിച്ചു. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ MGS നാരായണൻ പുരസ്കാരദാനം നിർവഹിച്ചു. മുൻമന്ത്രി പി ശങ്കരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദാണ്. അദ്ദേഹത്തിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അദ്ദേഹം ഒട്ടേറെ തവണ മന്ത്രിയായിട്ടുണ്ട്, MLA ആയിട്ടുണ്ട്. INTUCയുടെ നേതൃതലത്തിൽ CM സ്റ്റീഫനോടും BK നായരും K കരുണാകരനും അടങ്ങിയ ആ കാലഘട്ടത്തിൽ INTUC പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് അദ്ദേഹം അക്ഷീണം യത്നിച്ച ഒരു ദേഹമാണ്. വി ചന്ദ്രൻ നായർ അനുസ്മരണ സമിതി ചെയർമാൻ KC രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. ജനറൽ കൺവീനർ സുനീഷ് മാമിയിൽ, TM ചന്ദ്രൻ, KT ജയലക്ഷ്മി, NS ദത്താത്രേയൻ, അഷ്റഫ് ചേലാട്ട്, MT സേതുമാധവൻ, KC ഹരിദാസൻ, മണൽ വാസുദേവൻ, V അരവിന്ദാക്ഷൻ, അൻവർ, P ചന്തുക്കുട്ടി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പുന്നശ്ശേരി നവരത്ന ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ നവരത്ന ഫെസ്റ്റ് നടന്നു. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുരുന്ന് പ്രതിഭകൾക്ക് വർണ്ണവേദിയൊരുക്കിയാണ് പുന്നശ്ശേരി നവരത്ന ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ കുട്ടികൾക്കായി നവരത്ന ഫെസ്റ്റ് ഒരുക്കിയത്. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജമീല പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നവരത്ന സ്കൂൾ പ്രിൻസിപ്പൽ സുദർശന ടീച്ചർ അധ്യക്ഷയായി. കാക്കൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നരേന്ദ്രനാഥ്, ഗീത ടീച്ചർ, ശശിധരക്കുറുപ്പ്, MP ജ്യോതിരാജ്, മിനി ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ ഇനങ്ങളിലായി നഴ്സറി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. മണിദാസ് പയ്യോളി ഒരുക്കിയ കലാവിരുന്നും നടന്നു. കൊല്ലം പിഷാരികാവ് കാളിയാട്ട ഉത്സവത്തിന് കൊടിയേറി. ഇനിയുള്ള 8 നാൾ ക്ഷേത്രവും പരിസരവും ഭക്തിലഹരിയിൽ ആറാടും. വിശേഷാൽ പൂജാതി കർമ്മങ്ങളോടൊപ്പം നിരവധി കലാ സാംസ്കാരിക പരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറും. ഏപ്രിൽ 2-നാണ് പ്രസിദ്ധമായ കാളിയാട്ടം നടക്കുക. കൊയിലാണ്ടി കൊല്ലം പിഷാരികാവ് കാളിയാട്ട ഉത്സവത്തിന് കൊടിയേറി. രാവിലെ 6:30 മണിക്ക് മേൽശാന്തി പ്രവേശിച്ച ചടങ്ങിനും അത് കഴിഞ്ഞ് പുണ്യാഹത്തിനും തുടർന്നാണ് കൊടിയേറ്റം നടന്നത്. കാഴ്ച ശിവലി എഴുന്നള്ളിപ്പിനു ശേഷം കൊല്ലം കൊണ്ടാട്ടുംപടി ക്ഷേത്രത്തിൽ നിന്നുള്ള വരവുകൾ, കുഞ്ഞോറമല, കുട്ടത്തുകുന്ന്, പണ്ടാരിക്കണ്ടി, പുളിയഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള വരവുകൾ, കാഞ്ഞിരശ്ശേരി വിനോദമാരാരുടെ പ്രമാണത്തിൽ മേളം, ഗാനാർപ്പണം എന്നിവയും 27-ന് ഭജനാമൃതം തായമ്പക നാടകം, 28-ന് ചെർപ്പുളശ്ശേരി ജയാവിജയന്റെ ഇരട്ട തായമ്പക ഗാനസന്ധ്യ, 29-ന് സദനം ശിവകുമാറിന്റെ തായമ്പക, നൃത്താഞ്ജലിയുടെ കുച്ചിപ്പുടി, 30-ന് കോട്ടയ്ക്കൽ ഉണ്ണികൃഷ്ണന്മാരാരുടെ തായമ്പക നാടകം, 31-ന് ചെറിയ വിളക്ക്, കോമത്ത് പോക്ക്, പാണ്ടിമേളത്തോടെ ശീവേലി, മധു ബാലകൃഷ്ണൻ നയിക്കുന്ന ഗാനമേള. ഏപ്രിൽ 1-ന് വലിയ വിളക്കും നടക്കും. മന്ദമംഗലത്തു നിന്നും ഇളനീർക്കുല വരവ്, വസൂരിമാല വരവ്, താലൂക്കിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഇളനീർക്കുല വരവുകൾ, തണ്ടാന്റെ അരങ്ങോല വരവ്, കൊല്ലത്തരയന്റെ വരവുകൾ, മറ്റ് അവകാശ വരവുകൾ
പുറത്തെഴുന്നള്ളിപ്പ്, 150 വാദ്യകലാകാരന്മാരുടെ മേളം, വെടിക്കെട്ട്, 2 കാളിയാട്ടം എന്നിവ നടക്കും. കൊല്ലത്ത് അരയന്റെയും വേട്ടുവരുടെയും തണ്ടാന്റെയും വരവുകൾ, മറ്റ് അവകാശ വരവുകൾ, പുറത്തെഴുന്നള്ളിപ്പ്, പാണ്ടിമേളം, വെടിക്കെട്ട് എന്നിവയാണ് കാളിയാട്ടത്തിലെ പ്രധാന പരിപാടികൾ. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ സമിതിയുടെ വക പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്യും. മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം നടന്നു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ദീപങ്ങൾ തെളിയിച്ച് ലക്ഷദ്വീപ സമർപ്പണത്തിൽ അണിനിരന്നത്. സന്ധ്യകളിൽ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി ചെയ്യുന്ന പൂജാവിധികളിൽ ഏറ്റവും ഉത്തമമായത് ദീപം തെളിയിക്കലാണ്. ചുറ്റുവിളക്ക് വഴിപാടായി നേരുന്ന ഭക്തർക്ക് എല്ലാവിധ ദുരിതങ്ങളും അകന്ന് മനഃശാന്തി കിട്ടുന്നതിനു വേണ്ടിയാണ് ലക്ഷദ്വീപം സമർപ്പണം നടത്തുന്നത്. മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദീപങ്ങൾ തെളിയിച്ച് ലക്ഷദ്വീപം സമർപ്പണത്തിൽ പങ്കാളികളായത്. ബുദ്ധി, നന്മ, ഭാഗ്യം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം എന്നിവ കൈവരുന്നതിന് ദീപജ്യോതിസിനെ നമസ്കരിക്കുക എന്ന ഐതിഹ്യവും ഇതിനു പിന്നിലുണ്ട്. അരക്കിണർ കളത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ വിവിധ ആഘോഷ പരിപാടികളോടെ താലപ്പൊലി മഹോത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഭക്തിസാന്ദ്രമായ ആഘോഷ പരിപാടികളോടെയാണ് ഇത്തവണയും അരക്കിണർ കളത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം നടന്നത്. ഗണപതി ഹോമത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് കലശം എഴുന്നള്ളിപ്പ് നടന്നു. ഗുരു, ഭൈരവൻ, നാഗകാളി, മൂർത്തി, കുട്ടിച്ചാത്തൻ തുടങ്ങിയ വെള്ളാട്ടുകൾ കാണാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലെത്തിയത്. തുടർന്ന് താലപ്പൊലിയും തിറയാട്ടവും നടന്നു. ചാന്ത് ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയിറങ്ങിയത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ജലദൗർലഭ്യം നേരിടുന്ന മേഖലയിൽ BC റോഡ് കിഴക്കുംപാടം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. അസോസിയേഷൻ പരിധിയിൽ ജലക്ഷാമം രൂക്ഷമായ കിഴക്കുംപാടം, ചീർപ്പുപാലം, തോണിച്ചിറ റോഡ് മേഖലയിലാണ് വാഹനത്തിൽ വെള്ളമെത്തിച്ച് വിതരണം ചെയ്യുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് M. രമേശൻ, സെക്രട്ടറി M. സുജിത്, P. ജയൻ, K. ശരവണൻ, P. ഷൈജു, V. കൃഷ്ണൻ, P. വിനോദ്, T. രഗീഷ്, P. സുഭാഷ്, C. പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSLC ഗണിതശാസ്ത്ര പരീക്ഷ മാറ്റിവെക്കാനിടയായത് സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ. കാർഷികോൽപാദന മേഖലയ്ക്ക് ഊന്നൽ നൽകി ജില്ലാ പഞ്ചായത്ത് ബജറ്റ്. ജലസംരക്ഷണത്തിനായി ആകാശഗംഗ പദ്ധതി ആരംഭിക്കും. നിർധന വിദ്യാർത്ഥികൾക്ക് സൌജന്യ യൂണിഫോം അനുവദിക്കുന്നതിനായി നഗരത്തിൽ ഒപ്പുശേഖരണം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you